ബിന്ദുവിന്റെ കുടുംബത്തിൽ നിന്നുള്ള സങ്കടമാണ് ഇപ്പോഴും ഈ വാർത്താ ദിനത്തിലും ഇങ്ങനെ നമ്മൾ ഒളിഞ്ഞു നിൽക്കുന്നത് അല്ലേ. ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കും. 10:11 മണി ബിന്ദു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, സംശയമൊന്നുമില്ല. നയിച്ചത് തന്നെ. മാത്രമല്ല ആ കുട്ടികളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നു. മാത്രമല്ല ഓരോ ദിവസവും അവർ കൊണ്ടുവരുന്ന പൈസയല്ലേ അവർക്കുള്ളൂ. രണ്ടുപേരും ഹസ്ബൻഡ് നിർമ്മാണ തൊഴിലാളിയാണ്, ബിന്ദു അവിടെ ഒരു വസ്ത്ര. ഇന്നിപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അവിടുത്തെ അവരുടെ അടുത്ത വീടോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ. പാവപ്പെട്ട സാഹചര്യങ്ങളിൽ ഇവർ തന്നെയായിരുന്നു പ്രധാന അത്താണി. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അത് വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്തയായി പോയി. എന്തായാലും സർക്കാർ അത് പരിഗണിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, ആ കുഞ്ഞിന് ജോലി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ തുടങ്ങാം പത്രവാർത്തകൾ. ഓക്കെ, പ്രധാനമായും അത് തന്നെയായിരിക്കും, കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയായിരിക്കും പ്രധാന വാർത്തകളിൽ നിറയാനുള്ളത്. അതോടൊപ്പം ഡാർക്ക് വെബ് ലഹരിയുടെ വാർത്ത പ്രേക്ഷകർ കണ്ടിരുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തയാണ്. എഡിസന്റെ വലിയ ഡ്രഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. ഈ ഇന്റർനെറ്റ് വഴി, ഡാർക്ക് നെറ്റ് വഴി വെബ് ലഹരി കച്ചവടം ചെയ്തിരുന്ന എഡിസന്റെ കൂട്ടാളികളെക്കുറിച്ചുള്ള വിവരം മനോരമ ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. വമ്പന്മാർ ഒളിവിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. അറസ്റ്റിലായ എഡിസൺ വിറ്റതിൻ്റെ ഇരട്ടി ഇടപാട് നടത്തിയവരാണ്. എഡിസന്റെ പങ്കാളികളും അറസ്റ്റിലാണ്. പാഞ്ചാലിമേട്ടിലെ ഒരു റിസോർട്ടുണ്ട്, ഒരു സൺസെറ്റ് വാലി റിസോർട്ട്, അവിടെ നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊരു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം വലിയ രീതിയിലുള്ള ലഹരി വ്യാപനത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും കഥയാണ് ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി കച്ചവടത്തിൻ്റെ കഥ പുറത്തു വന്നത്. മറ്റൊന്ന്, നമ്മുടെ പോർച്ചുഗൽ താരം ഡിയോഗോ ജോട്ട കാറപകടത്തിൽ മരിച്ചതാണ്. വളരെ വേദനിപ്പിക്കുന്നതായി പോയി. ലിവർപൂളിൻ്റെയും പോർച്ചുഗലിൻ്റെയും നട്ടല്ലായിരുന്നു ജോട്ട. ലിവർപൂൾ ആരാധകരൊക്കെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒരു വ്യക്തി കൂടിയാണ്. അതെ, പോർച്ചുഗലിന് കഴിഞ്ഞ തവണ നേഷൻ കപ്പ് ലീഗ് കപ്പ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച താരമാണ്. ചെറുപ്പക്കാരനാണ്, 28 വയസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സഹോദരനും അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹം സഞ്ചരിച്ച കാറിൻ്റെ ടയർ പൊട്ടുകയും പിന്നീട് അപകടത്തിൽപ്പെടുകയുമാണ് ഉണ്ടായത്. ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ 4 മണിയോടുകൂടിയായിരുന്നു ഫുട്ബോൾ ആരാധകരെ നടുക്കിയ ആ അപകടമുണ്ടാവുന്നത്. മലയാള മനോരമ ഉൾപേജിൽ വീഴ്ച എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇന്നലെ കോട്ടയം അപകടം റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായ സമയം വെച്ചിട്ടാണ്. അത് 10:45 കെട്ടിടം തകർന്നു വീഴുന്നു. ശരിയാണ്, കൃത്യം 10:58 ആകുമ്പോഴേക്കും റിപ്പോർട്ടർ TV ഈ വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നുണ്ട്. ആദ്യം ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുമ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് അത് എന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മുടെ റിപ്പോർട്ടർ അവിടെ എത്തുന്നു 11:10 കൂടി. അപ്പോഴാണ് ഇതിൽ 2 പേർ മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്ന് 11:35 കൂടി മന്ത്രിമാർ പറയുന്നത്. അപ്പോൾ ഇന്ന് 12:25 ആകുമ്പോഴേക്കും പ്രതിഷേധമുണ്ടാകുന്നു. പ്രതിഷേധം നടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. അതായത് ഈ ബിന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബന്ധുവിൻ്റെ ഒരു ഓഡിയോ സന്ദേശം. പിന്നീടാണ് തെരച്ചിൽ കൂടുതൽ ശക്തമാവുന്നതും JCB വരുന്നതും. 1 മണിക്കാണ് ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. 10:45 അപകടമുണ്ടാവുന്നു, 1 മണിക്ക് മൃതദേഹം കണ്ടെത്തുന്നു. 12:30 JCB അവിടെ എത്തുന്നു. അപ്പോൾ 1 മണിക്കൂറോളം അവിടെ വൈകി എന്നുള്ളതാണ്. ഇപ്പോൾ ദേശാഭിമാനി ഈ വീഴ്ച കാര്യം ചെയ്തിരിക്കുന്നത് ആശുപത്രിയിലെ പഴയ ശുചിമുറി കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു, സാധാരണ നിലയിലാണ്. മാത്രമല്ല മെയിൻ ലീഡ് എന്ന് പറയുന്നത് കേന്ദ്ര അവഗണനയ്ക്ക് മറുപടി, കേരളം അരി വാങ്ങി നൽകും, കുറഞ്ഞ വിലയ്ക്ക് ചെമ്പാവരിയുടെയും പുഴുക്കലരിയുടെയും പ്രത്യേക പാക്കറ്റ് സപ്ലൈകോ വഴി വെള്ള നീല കാർഡുകാർക്ക് റേഷൻ കട വഴി അധികാരി എന്നുള്ള വാർത്തയാണ്. മാതൃഭൂമി ഇത് തന്നെയാണ് പ്രധാന വാർത്തയെ കൊടുത്തിരിക്കുന്നത്. മരണവീഴ്ച എന്ന തലക്കെട്ടോട് കൂടിയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സമയമടക്കം സൂചിപ്പിച്ചാണ് പറയുന്നത്. ഒപ്പം മക്കളുടെയും ചിത്രങ്ങൾ സഹിതമാണ് ഈ വാർത്ത കൊടുത്തിട്ടുള്ളത്. അമ്മയെ തിരഞ്ഞ് നവമി എന്നടക്കമുള്ള വാർത്തയും അവർ കൊടുത്തിട്ടുണ്ട്. ഈ അപകടം നടന്ന ഈ കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ 14ാമത്തെ വാർഡിന്റെ ചിത്രം കൂടി മനോരമ കൊടുക്കുന്നുണ്ട്. ആ വാർഡ് 10ാമത്തെ വാർഡിൻ്റെ ചിത്രം. ആ വാർഡും ആ വാർഡിനോട് ചേർന്നുള്ള ആ പ്രദേശത്താണ് ഈ ടോയ്ലറ്റ് ഉള്ളത് എന്ന് സ്ഥാപിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപകടം തൊട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 3 നില ശുചിമുറി കെട്ടിടം തകർന്നു വീണ് ഉടൻ വാർഡിൽ നിന്ന് തന്റെ സാധനങ്ങളുമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നയാൾ ഇടതുവശത്ത് കാണുന്ന തകർന്നു വീണ ശുചിമുറികളും കൂടി ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആ ചിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം അത് മന്ത്രിമാർ പറഞ്ഞ വാചകങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിരാകരിക്കുന്നതാണ്. നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. മന്ത്രിമാർ പറഞ്ഞത് അത് പൂട്ടിക്കിടന്ന ടോയ്ലറ്റാണ് എന്നാണ്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കൂട്ടിരിപ്പുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ രാവിലെ ഉപയോഗിക്കാറുള്ളതായിരുന്നു. മാത്രമല്ല എനിക്കൊരു മുന്നറിയിപ്പ് പോലെ അവിടെ ഉണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പ് പോലും മാത്രമല്ല സർജറി കഴിഞ്ഞു വരുന്നവർക്ക് അവിടെ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി അവർ ഒരുക്കിയിരുന്നു 10ാമത്തെ നിലയിലൂടെ ചേർന്ന്. അത് വാസ്തവമായിരുന്നു. നേരെ ഉൾട്ടയാണ്. അതെ. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിന്റെ പ്രധാന തലക്കെട്ട് കണ്ണടച്ചു ജീവനെടുത്തു വൻ വീഴ്ച എന്നാണ് മാധ്യമം ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണു, തെരച്ചിൽ
വൈകി 2.5 മണിക്കൂർ കുടുങ്ങിക്കിടന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ അതേസമയം ഒരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയണം. ഈ കെട്ടിടത്തിന്റെ സ്ട്രക്ചർ അത്ര വേഗം രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. കാര്യം പുറത്തുനിന്ന് JCB വന്ന് ഉള്ളിലേക്ക് കയറുക ഏറെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ JCB ആദ്യം തന്നെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 45 മിനിറ്റോളം നമുക്ക് നേരത്തെ ആക്കാനാകുമായിരുന്നു. പക്ഷേ ആരും അത് തിരിച്ചറിഞ്ഞില്ല. മെഡിക്കൽ കോളേജിൻ്റെ വാർത്തയുണ്ട്. അതേപോലെ ജില്ലാ കളക്ടർ അന്വേഷിക്കും എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞതും മാധ്യമം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. മാതൃഭൂമിയിലെ കേരള സർവകലാശാല വിവാദത്തിൽ രജിസ്ട്രാർ കോടതിയിലേക്ക് എന്നുള്ള വാർത്ത കൂടി ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മലയിൽ 3 ഇന്ത്യക്കാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയിൽ കൊന്നതാണ് സർക്കാർ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കും BJPയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ട്. തലസ്ഥാനത്തും കോട്ടയത്തും വലിയ രീതിയിലുള്ള കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രതിഷേധമുണ്ട്. അതിനുവേണ്ടി ഇന്നലെ തന്നെ ഈ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഭാഗത്തൊക്കെ ഒരുപാട് പേര് വണ്ടിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇന്നലെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു ലേശം ദേഹാസ്വസ്ഥ ഉണ്ടായിരുന്നു. കോട്ടയത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ ജോർജ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിന് മൊത്തം കുഴപ്പമാണ് അല്ലേ? അത് ഓരോ ദിവസം വാർത്തകൾ ഒരു ബട്ടർഫ്ലൈ എഫക്ട് പോലെ വന്നുകൊണ്ടേ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. സാധാരണ രീതിയിൽ അതിന് വാർത്താ മൊമെന്റ് ഒന്നും ഞാനീ പറയാം. കാര്യം ഒരു വാർത്ത തുടങ്ങിയാൽ ആ വാർത്തയുടെ ചൂട് പിടിച്ച് മറ്റു വാർത്തകൾ 2 ദിവസം നിൽക്കും. പക്ഷെ ഇത് നമ്മളോ മാധ്യമങ്ങളോ ഉണ്ടാക്കിയ വാർത്തയല്ല. ഹാരിസ് ചെറക്കൽ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാവുന്നു. ഹാരിസ് ചെറക്കൽ ഇപ്പോൾ വാർത്തയെ നിൽക്കുമ്പോഴായിരിക്കും അപ്പോഴാണ് ഈ വാർത്ത വന്നത്. അപ്പോൾ അത് അതിന്റെ ആക്കം കൂട്ടി. ഈ ഹാരിസ് ചെറക്കലിന്റെ ആരോപണങ്ങളിൽ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് പറയുന്നുണ്ട് സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. 100%. അതാർക്കാണ് അറിയാൻ വയ്യാത്തത്? ഒരു തവണയെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും അവിടെ നിന്ന് സ്ലിപ്പ് വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ പോയി തിരിച്ച് ഇൻഷുറൻസിലേക്ക് വന്ന് വീണ്ടും തിരിച്ച് ഡോക്ടറെ കണ്ട് വീണ്ടും തിരിച്ച് മെഡിക്കൽ ഫാർമസിയിൽ പോയി ലാബിൽ പോയി ഒക്കെ വരുമ്പോഴേക്ക് തളർന്നു പോകുന്നൊരവസ്ഥയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തമായിരുന്നു സിസ്റ്റം തകർന്നു. അപ്പോൾ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചായയും കാപ്പിയൊക്കെ കുടിക്കുക, ഉഷാറാവുക, ഗംഭീരമാവട്ടെ. അപ്പം ശ്രുതി, ഓക്കെ, താങ്ക് യു വെങ്കിലി.